അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നണി യോഗത്തിൽ ഓരോരുത്തർ എന്ത് സംസാരിച്ചു എന്നുള്ളത് നമ്മൾ മുന്നണി യോഗത്തിൽ സാധാരണ അല്ല. മുന്നണി CM-ന്റെ കാര്യമായാലും ആരെ കാര്യമായാലും ഓരോരുത്തരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഞങ്ങളെല്ലാം അംഗങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആരെല്ലാം അവിടെ എന്തെല്ലാം സംസാരിച്ചു എന്നുള്ളത് മുഖ്യമന്ത്രി ഉൾപ്പെടെ അത് പറയുന്നത് ഒരു ശരി. അത് അങ്ങനെ ഒരു ശീലം നമുക്കില്ലല്ലോ. അല്ല, അത് സ്വാഭാവികമായിട്ടും പറയേണ്ടി വരില്ലേ സർക്കാർ നിലപാട്. എന്റെ സീത ദയവ് ചെയ്ത് വിട് ആ കാര്യം. അപ്പൊ അതുകൊണ്ട് അല്ല, അത് വരട്ടെ. അല്ല അല്ല അങ്ങനെയൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അത് നമ്മളെ മുമ്പിൽ അതൊരു മുഖ്യമായ വിഷയമല്ല. അപ്പൊ അത് അയാൾ വരട്ടെ. അയാൾ വരുന്നതിനനുസരിച്ചിട്ട് അത് ജനങ്ങൾ കാണട്ടെ. നിങ്ങളെല്ലാം വാർത്ത കൊടുക്ക്, അയാൾ ഇങ്ങനെ പങ്കെടുക്കുന്നുണ്ട്, വരുന്നുണ്ട്. അതാണ് ഈ നിയമസഭ എന്നുള്ളത് ആളുകൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്ക്? കോൺഗ്രസിനല്ലേ. അപ്പൊ അത് വെച്ചിട്ട് ചെയ്യേണ്ടത്. പിന്നെ അദ്ദേഹം ആലോചിക്കണ കാര്യം അത് അദ്ദേഹം ആലോചിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും കോൺഗ്രസ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം എങ്ങനെ ആലോചിക്കാം? വരുന്നതിനനുസരിച്ചുള്ള കാര്യം നമുക്ക് ആലോചിക്കാം. LDF-ന് ഇതൊന്നും ഗുണത്തിൽ ജനങ്ങളാണല്ലോ. LDF-ന്റെ ഗുണം എന്ന് പറയുന്നത് ജനങ്ങളിലുള്ള വിശ്വാസമാണ്. ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ LDF ശ്രമിക്കുന്നുണ്ട്. ഇനിയും ആ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. കൂടുതൽ ജനവിഭാഗത്തെ ഇടതുപക്ഷ ജനാധിപത്യത്തിനോടൊപ്പം അണിനിരത്താനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് നേരത്തെ പറഞ്ഞല്ലോ സുഹൃത്തെ. അല്ല, അത് വരട്ടെ. അത് അവരുടെ നിലപാട് എന്താണെന്നുള്ളത് നോക്കട്ടെ. നമ്മള് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ നിലവിലുള്ള വോട്ടർമാരുണ്ട്. അർഹരായ ആളുകൾക്കെല്ലാം വോട്ടവകാശം കിട്ടണം. ഈ നിലപാടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറച്ചു നിൽക്കുകയാണ്. അതിന് വ്യത്യസ്തമായ നിലപാട് കേരളത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ വോട്ടർമാരുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻപന്തിയിലായിരിക്കും. അതാണ് ഇപ്പൊ ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട്. ഇതിനെന്തോ ഒരു പ്രശ്നം എന്താ പറഞ്ഞു? ആഗോള അയ്യപ്പ സംഗമം അതിനെന്താ ഒരു പ്രശ്നം? അങ്ങനെ അത് ഗവൺമെന്റിന്റെ ഒരു പരിപാടിയാണ്. ഗവൺമെന്റ് വിവിധ വകുപ്പുകളിൽ പ്രത്യേക സെമിനാറുകളും ചർച്ചകളും എല്ലാം സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ദേവസ്വം വകുപ്പ് തീരുമാനപ്രകാരമാണ് ഈ അയ്യപ്പ സംഗമം വരുന്നത്. അത് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ശബരിമലയുടെ വികസനമാണ്. അതിന് ജനങ്ങളുടെ പിന്തുണയോടെ, ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഈ വികസനം സാധ്യമാകത്തക്ക നിലയിലുള്ള നിലപാടിലേക്ക് പോകണം. എല്ലാറ്റിനും ഗവൺമെന്റിന്റെ പണം എടുത്ത് മുടക്കാൻ കഴിയില്ല, പണമില്ല. എന്നാൽ ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം പ്രവർത്തനങ്ങൾക്ക് വൻതോതിൽ പണം കേരള ഗവൺമെന്റ് മുടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ജനങ്ങളുടെ സഹകരണത്തോടുകൂടി, ജനങ്ങളുടെ പങ്കാളിത്തോടുകൂടി ആവശ്യമായ എത്ര വികസനം അവിടെ ശക്തിപ്പെടുത്തണം. അതിന് അഭിപ്രായങ്ങൾ ആരായുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനുള്ള നിലപാടിന്റെ ഭാഗമാണ്. ഇതൊരു രാഷ്ട്രീയ പാർട്ടി പരിപാടിയോ ഒരു മുന്നണിയെ പരിപാടിയോ അല്ല. ഗവൺമെന്റാണ് ഈ കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകൾ ഇതുപോലുള്ള കൂടിച്ചേരലുകൾ സംഘടിപ്പിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ പ്രശ്നം. ഇപ്പൊ നമ്മൾ പോലൊരു വിഷയമല്ലല്ലോ അത്. യുവതീ പ്രവേശനം ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു മുഖ്യ വിഷയമല്ലല്ലോ. ആ വിഷയം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പം ആലോചിക്കാം, അത്രയേ ഉള്ളൂ. അത് വരട്ടെ. നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞോ, പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇപ്പൊ അത് കേരളത്തിലൊരു വിഷയമല്ല. അങ്ങനെ ഒരു വിഷയം വരുന്ന സമയത്ത് അന്നേരം ആലോചിക്കാം. യെസ്, കഴിഞ്ഞില്ലേ? അവസാനിപ്പിക്കില്ലേ? യെസ്, താങ്ക് യു.